കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. 2016 പോക്സോ കേസിൽ ഈ മാസമാണ് ഇയാൾ അറസ്റ്റിലായത്. മുബഷീറിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായി സഹോദരൻ സൽമാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 2016 രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ മുബഷീറിനെ ഒരു മാസം മുൻപാണ് പോലീസ് പിടികൂടുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കാസർഗോഡ് സബ് ജയിലിലേക്ക് വിട്ടു. അതിനിടയിലാണ് പലതവണ കുടുംബാംഗങ്ങളുമായൊക്കെ തന്നെ പ്രതി സംസാരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രയാസങ്ങൾ, മാനസികമായും ശാരീരികമായുമുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ നേരിടുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലുള്ള സംസാരമൊക്കെ തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ദുരൂഹ സാഹചര്യത്തിൽ ഏറെ ശാരീരികമായി പരിക്കേറ്റ രീതിയിൽ അദ്ദേഹത്തെ ഇന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടി കാസർകോട്ട് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പിന്നീട് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പല രീതിയിലുള്ള മരുന്നുകളും നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പലതും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻറ്റുകളും ഒക്കെ തന്നെയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അദ്ദേഹം മരിച്ച വിവരം എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ബന്ധുക്കളെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മൃതദേഹം കണ്ട ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് ശരീരത്തിൽ അങ്ങിങ്ങായി പല രീതിയിലുള്ള അടിയേറ്റ പാടുകൾ ഒക്കെ തന്നെയുണ്ട്, മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞൊക്കെ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. അതിന് മുമ്പ് എല്ലാം പറയുന്ന FIR-ലടക്കം പറയുന്നത് പക്ക കള്ളാണ്. ബന്ധുക്കളും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ 2 MLA-മാരും ഇപ്പോൾ ഇവിടെ ഒട്ടേറെ നേരം ചർച്ച നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ധാരണയായിട്ടുണ്ട്. സത്യസന്ധമായ വസ്തുതകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആ വസ്തുതകൾ കണ്ടെത്തിയതിന് ശേഷം ഇതിൽ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പറയാനുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ദുരൂഹത പൂർണ്ണമായി മാറുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു സ്ഥിരീകരണം തന്നെയാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത്. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.